അപ്പോൾ എല്ലാവരെയും ആനന്ദിപ്പിക്കാനുള്ള കഴിവുണ്ട്. പക്ഷേ ആൾക്കാരെ എവിടെ നിർത്തണമെന്ന് ഇങ്ങനെ കാണുന്നില്ല. അവരിങ്ങനെ വിരൽ തുമ്പിൽ ഇങ്ങനെ കൊണ്ടുവരും, നിർത്തേണ്ട അടുക്ക നിർത്തിക്കളയും. ആ ഒരു പവർ ആറിന്റെ ഒരു പ്രത്യേകതയാണ്. പിന്നെ കൃത്യമായിട്ടുള്ള പേരൊക്കെ ആണെങ്കിൽ സമ്പത്തിനെ ഒരുപാട് അട്രാക്ട് ചെയ്യാനുള്ള ഒരു പവറും ഉണ്ട്. കാരണം ശുക്രന്റെ പവറാണല്ലോ. അപ്പോൾ അവർക്ക് ഉണ്ട്. പക്ഷേ ശുക്രനെ കുറിച്ചിട്ട് പറയുകയാണെങ്കിൽ ശുക്രൻ നല്ലതും മോശവും ഉണ്ട്. മോശമാണെങ്കിൽ നീചാവസ്ഥയിലൊക്കെ ആണെങ്കിൽ ഒരുപാട് ദോഷമാണ്. കന്നിരാശിയിലൊക്കെ അത് നമ്പർ 6 കാലന്റെ നമ്പർ ആണെന്ന് കേട്ടിട്ടുണ്ട്. അങ്ങനെ നമുക്ക് പറയാൻ വേണ്ടി പറ്റില്ല. പിന്നെ ബൈബിൾ പ്രകാരം പിന്നെ 666 എന്നുള്ളത്, അതായത് ആ വാക്യത്തിൽ എന്തോ പിന്നെ പിശാചിനെ കുറിച്ചിട്ട് എന്തോ ആണെന്നാണ് ഞാൻ മനസ്സിലാക്കിയത്. പക്ഷേ 6 ന്യൂമറോളജി പ്രകാരം നല്ലൊരു എനർജി ആയിട്ടാണ് കരുതേണ്ടത്. അതായത് ശുക്രൻ്റെ എനർജി ആയിട്ട് വേണം കരുതാൻ. ഞാൻ ഈ വീഡിയോയുടെ ആദ്യം മുതലേ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഈ സീരീസിൽ ആദ്യം ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, രാജകൊട്ടാരവുമായിട്ട് ബന്ധപ്പെടുത്തി പറയുമ്പോൾ രാജനർത്തകിയാണ് 6ന്റെ എനർജി. അതായത് ഒരു രാജകൊട്ടാരത്തിലെ എല്ലാവരെയും സന്തോഷിപ്പിക്കുക എന്നുള്ള ഒരു കഴിവ് ഈ 6നുണ്ട് അല്ലേ. നർത്തകിനെ ആർക്കാണ് അല്ലേ ഇഷ്ടമില്ലാത്ത? അപ്പോൾ എല്ലാവരെയും ആനന്ദിപ്പിക്കാനുള്ള കഴിവുണ്ട്. പക്ഷേ ആൾക്കാരെ എവിടെ നിർത്തണമെന്ന് ഇങ്ങനെ കാണുന്നില്ല. അവരിങ്ങനെ വിരൽ തുമ്പിൽ ഇങ്ങനെ കൊണ്ടുവരും, നിർത്തേണ്ട അടുക്ക നിർത്തിക്കളയും. ആ ഒരു പവർ 6ന്റെ ഒരു പ്രത്യേകതയാണ്. അപ്പോൾ 6 എന്നാൽ ലീഡർഷിപ്പ് ക്വാളിറ്റി ഉണ്ട്, ഒപ്പം ആൾക്കാരെ അട്രാക്റ്റ് ചെയ്യാനുള്ള കഴിവുണ്ട്, പവറുണ്ട്. എല്ലാം കൊണ്ടും ഒരു നല്ലൊരു നമ്പറാണ്. പൊതുവെ ശുക്രൻ്റെ എനർജി ആയിട്ടാണ് പറയേണ്ടത്. ശുക്രാചാര്യർ, അതായത് ഞാൻ നിറഞ്ഞതിന് ശേഷം നിങ്ങൾക്കും തരും, ഫസ്റ്റ് ഞാൻ തന്നെയാണ്. അപ്പോൾ അങ്ങനെയുള്ളൊരു എനർജിയാണ് 6 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പൊതുവെ നല്ലൊരു നമ്പറായിട്ടാണ്. അത് കുറച്ച് ഓപ്പോസിറ്റ് ആയിട്ടുള്ള എനർജിയും ഉണ്ട്, അത് മറ്റുള്ള നമ്പേഴ്സിനാണ്. പൊതുവെ നമുക്ക് മികച്ച ഒരു നമ്പറായിട്ട് ന്യൂമറോളജിയിൽ 6നെ കരുതാവുന്നതാണ്. അപ്പോൾ എന്താണ് ഇങ്ങനെ പറയുന്നത്, കാലന്റെ നമ്പർ ആണെന്നൊരു? അതെ, അത് ഈ ഞാൻ പറഞ്ഞല്ലോ, ബൈബിളിൽ അങ്ങനെ ആ ഒരു നമ്പറിൽ പിശാചിനെ കുറിച്ചിട്ട് 666 പ്രതിപാദിക്കുന്നതുകൊണ്ട് പൊതുവെ അങ്ങനെ അവർ എടുക്കുന്നതാണ്. പക്ഷേ 666 എന്നുള്ളത് 3618 9ന്റെ എനർജി ആയിട്ടാണ് വരുന്നത്. അപ്പോൾ അതങ്ങനെ നമുക്ക് ന്യൂമറോളജി പ്രകാരം അതിന് മോശമായിട്ട് അങ്ങനെ കരുതണ്ട. അത് വിശ്വാസികൾ അങ്ങനെ ചെയ്യുന്നുണ്ട് എന്നുള്ളതും സത്യം തന്നെയാണ്. 6 ഉപയോഗിക്കുന്നവർക്ക് ഗുണമുള്ള കാര്യമാണ്. ചിലപ്പോൾ 666 ഉപയോഗിക്കുന്നവർക്ക് ഗുണം ആയിട്ട് നിങ്ങൾക്ക് കാണാൻ വേണ്ടി പറ്റുമായിരിക്കും. അപ്പോൾ 666 എന്നുള്ളതും അങ്ങനെ ദോഷമുള്ളതല്ല. ഈ 6 എന്നത് പേഴ്സണാലിറ്റി ആയിട്ട് നമ്മൾ കൊടുക്കുന്നത് 6-ാം തീയതി ജനിച്ചവർ, 15-ാം തീയതി ജനിച്ചവർ, 24-ാം തീയതി ജനിച്ചവർ. അപ്പോൾ ഇവരൊക്കെ 6ന്റെ എനർജിയാണ്. അതായത് 15 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1 + 5 6, 24 എന്ന് പറയുമ്പോൾ 2 + 4 6. ഇതെല്ലാം ശുക്രൻ്റെ എനർജിയിലാണ്. അപ്പോൾ ഇവരുടെ ഒരു മെയിൻ ആയിട്ടുള്ള ഗുണങ്ങൾ എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വീടുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഒക്കെ കാര്യങ്ങളിൽ ഇവർക്ക് മികച്ച കാര്യങ്ങളാണ്. അതായത് കുടുംബം പിന്നെ ഇവരുടെ ഒരു പ്രത്യേകത ലക്ഷറി ആയിട്ടുള്ള കാര്യങ്ങൾ. ലക്ഷറി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഇവരെ സംബന്ധിച്ചിടത്തോളം. അപ്പോൾ ലക്കി ഫാക്ടറിയിൽ വരുന്നതാണോ? ഈ ലക്ഷറി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് ഒന്നും ചെറിയ കാര്യങ്ങൾ പറ്റില്ല. ഈവൻ ഒരു ചെരുപ്പ് വാങ്ങുന്നുണ്ടെങ്കിൽ തന്നെ ചെറിയ ബ്രാൻഡഡ് സാധനങ്ങൾ അവർക്ക് പറ്റില്ല. അതുപോലെ ഒരു വസ്ത്രം എടുക്കുന്നുണ്ടെങ്കിലും അതുപോലെ തന്നെ. ഈവൻ ഇവർ മാർക്കറ്റിൽ മീൻ മേടിക്കാൻ പോകുമ്പോഴേ ഇവർ കല്യാണത്തിന് പോകുന്നതാണോ എന്ന് ഒരുപക്ഷെ നിങ്ങൾ സംശയിച്ചേക്കാം. പക്ഷെ അത് അങ്ങനെയല്ല ഞാൻ പറയുന്നത്. അതാണ് പറയുന്നത്, അവർ ഡ്രസ്സിങ്ങിന്റെ കാര്യത്തിൽ വളരെ ഏറ്റവും പെർഫെക്റ്റ് ആയി ഇരിക്കണം എന്ന് ആഗ്രഹിക്കുന്ന ആൾക്കാരാണ്, ലക്ഷറിയാണ്. അതുപോലെ കൃത്യമായിട്ടുള്ള പേരൊക്കെ ആണെങ്കിൽ സമ്പത്തിനെ ഒരുപാട് അട്രാക്ട് ചെയ്യാനുള്ള ഒരു പവറും ഉണ്ട്. കാരണം ശുക്രന്റെ പവറാണല്ലോ. അപ്പോൾ അവർക്ക് ഉണ്ട്. പക്ഷേ ശുക്രനെ കുറിച്ചിട്ട് പറയുകയാണെങ്കിൽ ശുക്രൻ നല്ലതും മോശവും ഉണ്ട്. മോശമാണെങ്കിൽ നീചാവസ്ഥയിലൊക്കെ ആണെങ്കിൽ ഒരുപാട് ദോഷമാണ്. കന്നിരാശിയിലൊക്കെ അത് ജ്യോതിഷത്തിൽ നെഗറ്റീവ് സൈഡും ഉണ്ട്, തീർച്ചയായിട്ടും ഉണ്ട്. പക്ഷെ പൊതുവെ ശുക്രൻ്റെ എനർജി ആയിട്ടാണ് കരുതേണ്ടത്. അതിന് കൃത്യമായിട്ടുള്ള അനുകൂലമായിട്ടുള്ള ഒരു പേര്, അനുകൂലമായിട്ടുള്ള രത്നങ്ങൾ അതൊക്കെ ധരിച്ചുകൊണ്ട് അവർക്ക് ഈ ശുക്രൻ്റെ സ്വാധീനത്തെ ജീവിതത്തിൽ കൂട്ടിക്കൊണ്ട് വരാം. പിന്നെ ഒരുപാട് ഉയരങ്ങളിലേക്ക് പോകാൻ വേണ്ടി ഇവർക്ക് സാധിക്കുമെന്നുള്ളതാണ് കൃത്യമായിട്ടുള്ള പേരൊക്കെ ആണെങ്കിൽ. കാരണം ഇവർ ആരെയും വെറുപ്പിക്കത്തില്ല, അതാണ് ഇതിൻ്റെ ഗുണം. പിന്നെ ലീഡർഷിപ്പ് ക്വാളിറ്റി ഉണ്ട്. എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ചില ലീഡേഴ്സിനൊക്കെ ചിലപ്പോൾ മറ്റുള്ളവർ വെറുപ്പിക്കണം. ഇവർക്ക് വെറുപ്പിക്കാതിരിക്കാനും അറിയാം, അതേസമയം അവർക്ക് ചെയ്യിപ്പിക്കേണ്ട കാര്യം അതെ വെറുപ്പിക്കില്ല, പക്ഷെ അവർ ചെയ്യേണ്ട കാര്യങ്ങൾ ഇവർ ചെയ്യും. അങ്ങനെയുള്ളൊരു ഗുണമാണ് ഈ 6നെ കുറിച്ചിട്ട് പറയേണ്ടത്. 6ന്റെ ഒരു നെഗറ്റീവ് സൈഡ് എന്തൊക്കെയാണ്? നെഗറ്റീവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവർ പ്രണയമായിട്ടുള്ള ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങളിലൊക്കെ ശ്രദ്ധിക്കണം.
കാരണം ഞാൻ ആദ്യം പറഞ്ഞു ഓപ്പോസിറ്റ് സെക്സിനെ കൂടുതൽ അട്രാക്റ്റ് ചെയ്യാനുള്ള ഒരു എനർജി ഇവരിൽ ഉണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും അത് മോശമായിട്ടുള്ള കാര്യം എന്നല്ല പറയുന്നത്, പക്ഷേ അതിനെ മോശമായി ഉപയോഗിച്ച് കഴിഞ്ഞാൽ തീർച്ചയായും അത് നെഗറ്റീവായിട്ട് തന്നെ വരും അല്ലേ. അങ്ങനെ ഒരു നമ്മൾ അട്രാക്റ്റ് ആവുന്നുണ്ട്, പക്ഷേ നമ്മളെങ്ങനെയാണ് അവരോട് സംസാരിക്കേണ്ടത് തീരുമാനിക്കേണ്ടത് നമ്മുടെ കയ്യിലാണ്. അപ്പോൾ ഇവരും അതിനനുസരിച്ച് അങ്ങനെ ആഗ്രഹിച്ച് പോകുമ്പോഴേക്കും അത് ബുദ്ധിമുട്ടാകാറുണ്ട്. അതായത് ഇവരെ ആരൊക്കെ വിശ്വസിച്ച് പോകുന്നവർക്ക് അവർക്ക് അന്നേരം അത് ബുദ്ധിമുട്ടാവാനുള്ള സാധ്യത. നേരത്തെ പറഞ്ഞില്ലേ നിർത്തേണ്ടടുത്ത് നിർത്താനുള്ള. പക്ഷെ ഞാൻ പറഞ്ഞല്ലോ, ഇത് പേഴ്സണാലിറ്റി നമ്പറിനെ കൊണ്ട് മാത്രം നമ്മൾക്ക് പറയാൻ വേണ്ടി പറ്റില്ല. അത് ടോട്ടൽ എനർജി നമ്മൾ നോക്കണം. അതും ഇവരുടെ ആ ഒരു ഡേറ്റ് ഓഫ് വേരിയേഷൻ സംഭവിക്കും. അതുപോലെ പേരിൻ്റെ കാര്യത്തിലും സംഭവിക്കും. എന്ത് എനർജിയാണ് ഇവരുടെ ഈ 6ന്റെ കൂടെ നിൽക്കുന്നത് എന്നുള്ളത് അനുസരിച്ചിട്ടായിരിക്കും ബാക്കിയുള്ള കാര്യങ്ങൾ നമുക്ക് പറയാൻ വേണ്ടി പറ്റുക. നമ്മളിതിൻ്റെ ആ ഒരു പ്രത്യക്ഷത്തിലുള്ള ഗുണങ്ങളാണ് ഇപ്പോഴും നമുക്ക് പറയാൻ വേണ്ടി പറ്റുള്ളൂ. ഡേറ്റ് ഓഫ് ബർത്ത് മുഴുവനായി കണ്ടു കഴിഞ്ഞാൽ നമുക്ക് യഥാർത്ഥത്തിൽ അതിൻ്റെ കാര്യങ്ങൾ നമുക്ക് പറയാൻ വേണ്ടി പറ്റുക. പേരുമായിട്ട് തീർച്ചയായിട്ടും നല്ല ഇപ്പം ഈ 6നെ സംബന്ധിച്ചിടത്തോളം ഒരു മികച്ച പേര് 6ന്റെ എനർജി തന്നെ. ഇപ്പം എല്ലാ നമ്പറിനും 6 അതേ നമ്പർ ബെസ്റ്റ് ആകണമെന്നില്ല, പക്ഷെ പൊതുവെ 6 ജനിച്ചവർക്ക് 6 എന്ന എനർജി ബെസ്റ്റായിട്ട് കാണും. 6നെ 3ന്റെ എനർജി ചിലപ്പോൾ എങ്കിലും ഓപ്പോസിറ്റായിട്ട് നിൽക്കുന്നതായിട്ടും കാണാൻ വേണ്ടി പറ്റും. അതായത് 3 6നെ അട്രാക്റ്റ് ചെയ്യുമെങ്കിലും അവരുടെ ജീവിതത്തിലേക്ക് വരുമ്പോഴേക്കും അത് പ്രശ്നമാകുന്നത് കാണാറുണ്ട്. കാരണം രണ്ടും ഗുരു എന്നാണ് പറഞ്ഞത്. 3നെ ഞാൻ ബൃഹസ്പതി ദേവഗുരുവായിട്ട് പറഞ്ഞു, ഇത് രാജാ രാജ്ഞി ഗുരു. അതെ 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 ആ 3 എന്നത് ഞാൻ ബൃഹസ്പതി രാജഗുരുവായിട്ട് പറഞ്ഞു. ഇതിപ്പം ശുക്രന്റെ എനർജി അസുരഗുരുവാണ്. അസുരഗുരുവും ദേവഗുരുവാണ് 3ഉം 6ഉം വരുമ്പോൾ. തീർച്ചയായിട്ടും അത് ഒന്നിച്ച് വരുമ്പോഴേക്കും അവർ ആദ്യം അട്രാക്റ്റ് ആവുമെങ്കിലും ഫലത്തിൽ അവർക്ക് അത് അനുഭവപ്പെടാണ്ട് വരുന്ന അവസ്ഥ കാണാറുണ്ട്. പൊതുവെ 369 എന്നത് വളരെ ടെസ്ല കോഡ്, അതൊരു മികച്ച നമ്പറാണെന്ന് പറയാനുണ്ട്. പക്ഷെ അത് ഒന്നിച്ച് വരുമ്പോൾ മാത്രമാണ് അത് പരസ്പരം അത് ഒരു പവർഫുള്ളായിട്ടുള്ള എനർജിയായി വരുന്നത്. ഇപ്പം മമ്മൂക്കയൊക്കെ അദ്ദേഹത്തിൻ്റെയൊക്കെ കാറിൻ്റെ നമ്പർ മുഴുവൻ 369 എന്ന രീതിയിലാണ് വെക്കുക. അപ്പോൾ ഈ 369 ഒന്നിച്ച് വെക്കുമ്പോൾ പോലെയല്ല 3ഉം 6ഉമായി വരുമ്പോൾ അത് ഓപ്പോസിറ്റ് ആയിട്ടുള്ള എനർജിയാണ്. അപ്പോൾ അത് ഒരാളുടെ ഡേറ്റ് ഓഫ് ബർത്തിലൊക്കെ ഉണ്ടെങ്കിൽ വളരെയധികം ശ്രദ്ധിക്കണം. തീർച്ചയായിട്ടും അത് ദോഷം എന്നല്ല അർത്ഥം. കൃത്യമായിട്ടുള്ള ഒരു പേരൊക്കെ വെച്ചുകൊണ്ട് അവർക്ക് ഭാഗ്യദായകമാക്കാം. ഈ 3 എന്ന ഗുരുവിൻ്റെ എനർജിയും 6 എന്ന ഗുരുവിൻ്റെ എനർജിയും ജീവിതത്തിൽ അനുഭവിച്ച് ഗുണങ്ങൾ ഉണ്ടാക്കാൻ സാധിക്കും. പക്ഷേ അതിന് കൃത്യമായിട്ടുള്ള പേര് എന്നുള്ളത് ഇമ്പോർട്ടൻ്റ് ആണ്. സത്യം പറഞ്ഞാൽ ഇതൊക്കെ നമ്മളൊന്ന് ശ്രദ്ധിച്ച് മുന്നോട്ട് പോയെന്നാൽ തീർച്ചയായും അതെ. സാധാരണക്കാർ കൂടുതലൊന്നും ശ്രദ്ധിക്കാറില്ല. മമ്മൂക്കയുടെ കാര്യം പറഞ്ഞല്ലോ. അതെ അതെ അവരൊക്കെ എല്ലാവരും ഈ നമ്പറിന്റെ പുറകെയുള്ള ഓട്ടത്തിലാണ്. തീർച്ചയായിട്ടും അവർക്ക് ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള നമ്പറിന്, വണ്ടിയുടെ നമ്പറിനായാലും എത്രയും പൈസ കൊടുത്തിട്ട് അവർക്ക് അനുകൂലമാക്കിയിട്ട് തന്നെ തീർച്ചയായിട്ടും അവർ വെക്കും. ഇപ്പോഴത്തെ കാലത്ത് ഞാൻ പറഞ്ഞു പേരുകൾ പണ്ടൊക്കെ നമ്മൾ മലയാളത്തിലാണ് പേര് എഴുതുന്നത്. ഇന്ന് എവിടെ നോക്കിക്കഴിഞ്ഞാലും ഇംഗ്ലീഷിൽ മാത്രമാണ്. അപ്പോഴാണ് അതിൻ്റെ എനർജിക്ക് ഇമ്പോർട്ടൻ്റ് വരുന്നത്. പണ്ടൊക്കെ എൻ്റെയൊക്കെ ചെറുപ്പത്തിൽ സ്കൂളിലത്തെ പരീക്ഷ പേപ്പറിലും പുസ്തകത്തിലൊക്കെ ഞാൻ എഴുതുന്ന എൻ്റെ പേര് മലയാളത്തിലായിരുന്നു. ഇന്ന് എവിടെയെങ്കിലും ഏതെങ്കിലും കുട്ടികൾ എഴുതുന്നില്ല. അപ്പോൾ ഞാനത് 99% തന്നെ പറയാം. അവിടെ തേച്ചും ഇംഗ്ലീഷ് തന്നെയാണ് ഉപയോഗിക്കുന്നത്. അതുകൊണ്ടാണ് ആ ലെറ്ററിന് ഇത്രയും പ്രാധാന്യം ഉണ്ടാകുന്നതും. അപ്പോൾ ശരിക്കും എനർജി ഏത് ലാംഗ്വേജിലായിരിക്കും? മലയാളത്തിലാണോ ഇംഗ്ലീഷിലാണോ? അപ്പോൾ അതിന് ശാസ്ത്രീയമായിട്ട് ന്യൂമറോളജീൻ്റെ അടിസ്ഥാനപരമായിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ അറിഞ്ഞിരിക്കണം. കാരണം അപ്പോൾ ഇറ്റാലിയൻ ലാംഗ്വേജിലൊക്കെയാണ് ഈ ന്യൂമറോളജിയുടെ ആരംഭം. അത് കഴിഞ്ഞിട്ട് പിന്നീട് ഇംഗ്ലീഷ് ലാംഗ്വേജിലേക്ക് വരുമ്പോൾ അവിടുത്തെ ലെറ്ററിനും ഇംഗ്ലീഷിൻ്റെ ലെറ്ററിനെയും താരതമ്യം ചെയ്തുകൊണ്ട് ന്യൂമറോളജിയുടെ ഗുരുക്കന്മാർ അതിന് പ്രത്യേക എനർജി നൽകിയിരിക്കുന്നത്. അത് പൈതോറിയൻ നൽകിയിട്ടുണ്ട്, പിന്നെ കാൽഡിയൻ നൽകിയിട്ടുണ്ട്, അതുപോലെ കപാല എന്നത്, അതുപോലെ നമ്മുടെ വേദിക് ന്യൂമറോളജി, ഇതൊക്കെ ഇതിൽ പിന്നെ ഈ എനർജീനെ, പേരിൻ്റെ എനർജീനെ കാൽക്കുലേറ്റ് ചെയ്ത് പറയുന്നുണ്ട്. എങ്കിലും അതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് കാൽഡിയൻ ന്യൂമറോളജിയാണ്. ആ സംഖ്യാശാസ്ത്ര പ്രകാരമാണ് പൊതുവെ പേരിൻ്റെ കാര്യങ്ങൾ എടുക്കുന്നത്. പൈതഗോറിയനും എടുക്കുന്ന ആൾക്കാരുണ്ട്, പക്ഷെ എന്നിരുന്നാലും ഒന്നാം സ്ഥാനം കാൽഡിയൻ ന്യൂമറോളജിക്ക് തന്നെയാണ്. അതിലാണ് മികച്ച പേര് എടുക്കേണ്ടത്. നമസ്കാരം സർ. നമസ്കാരം, നന്ദി. പ്രശസ്ത ന്യൂമറോളജിസ്റ്റ് ശ്രീ സുനീഷ് തമ്പാനുമായി നിങ്ങളുടെ ജീവിത സംബന്ധമായ പ്രശ്നപരിഹാരങ്ങൾ സംസാരിക്കുവാൻ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക. ശ്രീ സുനീഷ് തമ്പാനുമായി ABC മലയാളം ജ്യോതിഷം നിങ്ങളെ നേരിട്ട് ബന്ധപ്പെടുത്തുന്നത്. സമ്പൂർണ്ണ ജാതകം സാധാരണ ജാതകമല്ല,
75 പേജുകൾ അടങ്ങുന്ന സമ്പൂർണ്ണ ജാതകം 250 രൂപയ്ക്ക് നിങ്ങളുടെ കൈകളിലേക്ക്. അതിനുവേണ്ടി നിങ്ങൾ ചെയ്യേണ്ടത് ഇത്രമാത്രം: ഈ നമ്പറിൽ ബന്ധപ്പെടുക. ജ്യോതിഷവുമായി ബന്ധപ്പെട്ട എല്ലാ വിശേഷങ്ങളും നിങ്ങളിലേക്കെത്താൻ ABC ജ്യോതിഷം സബ്സ്ക്രൈബ് ചെയ്യുക.